ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലവ് ഫോർ യുവിന്റെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം മാജിങ്ങിന്റെ കൂടെ ചെന്നിയാണ് അവളുടെ അമ്മയുടെ അസ്ഥികൂടം നാട്ടി വെക്കാൻ വേണ്ടി പോയി കാണും. അതിനുശേഷം ഇവരും തിരിച്ച് നാട്ടിലേക്ക് വരുന്ന മുമ്പേ തന്നെ അവിടുത്തെ ഫെറിസിൽ കയറുമ്പം രാത്രി ഇത് റൈഡ് ചെയ്താൽ അടിപൊളി ആയിരിക്കത്തുള്ളെന്ന് മാജിങ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവൻ പെട്ടെന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട നെക്ലസ് എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇത് എപ്പോഴേ വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പം അവൻ ഇവളെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അപ്പം തന്നെ അത് വാങ്ങിച്ചെന്നറിയും. അങ്ങനെ അതിനുശേഷം അവൾക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഇവരുടെ സന്തോഷത്തോടെ തിരിച്ച് നാട്ടിലേക്ക് വരും. അതിനുശേഷം അവനും ഇവളെ ജോലി കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അവളാണ് ഇവനെപ്പോ വരുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നിയും അളി ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവളും ചിരിച്ചിട്ട് അവൾ ആദ്യം അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ആ സമയത്താണ് ഇവനൊരു നമ്പറിൽ നിന്ന് കോൾ വന്നിട്ട് ഇവൻ എല്ലാം മറന്നിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവൻ അറിയാൻ വരുന്ന ആ സംഗ്ബിന്റെ കൂട്ടുകാരനായിരുന്ന സംഗ് ഫെങ്ങിന്റെ ഒരു ജോലിക്കാരനാണ് ഇപ്പൊ വിളിച്ച് ഇവനെ പേടിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങേറെ ജീവിതം കുളവാക്കിയിട്ട് ഇവ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തോ നടക്കാൻ പോകുന്ന നോക്കിക്കോന്ന് പറഞ്ഞ് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം അപ്പൊ തന്നെ ചെന്നിയാണ് ടെൻഷനായിട്ട് ഒരു ശവൻ ക്ലബ്ബിൽ എല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനെ വിളിച്ച് എല്ലാം ഓക്കെ ആണോ നോക്കാൻ പറയും. അങ്ങനെ അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുമെന്ന് പറയുമ്പം കൂട്ടുകാരൻ ആ സമയം കൊണ്ട് തന്നെ അവിടെ വല്ല പ്രശ്നം ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ അവിടെ വേറെ ആരും വരുന്ന പോലെ കണ്ടെത്തത്തില്ല. അതുകൊണ്ട് അവനും കൂളായിട്ടിരിക്കുമ്പം ഇവൻ പോയതിനു ശേഷമായിരിക്കും പിന്നീട് ചെന്നിയെ വിളിച്ച് പേടിപ്പിച്ചവൻ അവിടേക്ക് പതുങ്ങി കയറി വരുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ മാജിങ് അറിയാൻ വരും ആ ക്ലബ്ബ് ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുവന്ന്. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ അവൾ അപ്പൊ തന്നെ പേടിച്ച് പെട്ടെന്ന് അവിടേക്ക് ചെല്ലും. കാരണം ചെന്നി ഇപ്പോ അവിടേക്കാണ് പോയേക്കുന്നത്. അങ്ങനെ ഈ കാര്യം അറിയാൻ വരുന്ന അവളും ഒരു അന്നത്തെ പോലെ അവനെല്ലാം സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ഇവിടെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് നമുക്കിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് അന്ന് ഇൻസ്പെക്ഷൻ ഓഫീസിൽ എങ്ങനെയാ തീ പിടിച്ചെന്ന് കാണിക്കും. അങ്ങനെ സംഗ്ബിന്റെ കൂട്ടുകാരനാണ് മറ്റേ സംഗ്ഫെൻ. അയാൾക്കെതിരെ കുറെ ടാക്സ് പറ്റിച്ചതിന് കുറെ ഫ്രോഡ് കേസൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഫയൽസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ചെന്നിയുടെ സഹായത്തോടെ ആ ഇൻസ്പെക്ഷൻ ഓഫീസിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അങ്ങേരാണ് ചെന്നിയോട് വിശ്വാസമില്ലാതെ സംഗ്ബിനെ വിളിച്ചിട്ട് ഇവൻ എന്തിനാ പറഞ്ഞേച്ചെന്ന് ചോദിക്കുമ്പോൾ അയാളാണ് ചെന്നിയെ നല്ല വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തായാലും രണ്ടുപേരും കൂടെ അവിടേക്ക് വന്ന പിന്നെ മൊത്തത്തിൽ പ്രശ്നമെന്ന് അറിയും. അതുകൊണ്ട് ഒരാളെങ്കിലും പുറത്തേക്കാന്ന് പറഞ്ഞ് ആ സംഗ്ബിൻ മാത്രം ഇതിൽ നിന്ന് മാറി നിൽക്കും. അതിനുശേഷം ഇയാൾക്കാണ് ചെന്നിയോട് വിശ്വാസമില്ലാതെ അവനെ പുറത്തന്നെ പോലീസെല്ലാം വരുവാണ് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ഈ സമയം അകത്താകെ ജോലിക്ക് നിൽക്കുന്നത് ഇൻസ്പെക്ടറിന്റെ ഭാര്യയാണ്. കാരണം അവരിവിടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങേര് പോയതോർത്ത് അവനും ടെൻഷനായി. അപ്പൊ തന്നെ ഇൻസ്പെക്ടറിനെ ഫോൺ വിളിച്ച് ആ സംഗ്ബിന്റെ കൂട്ടുകാരൻ സംഗ്ഫെങ് എന്തോ ഫയൽസിന് വേണ്ടിയൊക്കെ ഇപ്പൊ ഓഫീസിലേക്ക് വന്നേക്കുന്നതെന്ന് അവനെ അറിയിച്ചു കൊടുക്കും. അങ്ങനെ ആ സമയം തന്നെ ആ സ്ഥലം ഫുള്ളും തീ പിടിക്കുമ്പോൾ ഇത് കണ്ട് അവനും പേടിച്ചിട്ട് അപ്പൊ തന്നെ അവർ ചെന്ന് രക്ഷിക്കാൻ വേണ്ടി പോകും. അതേസമയം ആ സംഗ്ഫെൻ അപ്പൊ തന്നെ അവന്റെ പണി കഴിഞ്ഞെന്നറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് ചെന്നിയും അവർ ചെന്ന് രക്ഷിക്കാൻ നോക്കുമ്പോൾ അവരാണ് അവിടെ വയ്യാതിരുന്നോണ്ട് ആദ്യം പ്രധാനപ്പെട്ട ഫയൽസ് ഒക്കെ ചെന്ന് മറച്ചു വെക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ആദ്യം ഇവര് വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ അവരതൊന്നും കേൾക്കാതെ ഫയൽ ആദ്യം സേഫ് ആക്കാൻ പറയും. അതുകൊണ്ട് അവനും അവിടുത്തെ ക്ലോസറ്റിൽ ചെന്ന് വെക്കുമ്പോൾ ഇവൻ അറിയാൻ വരും ഇവൻ ജോലി ചെയ്യുന്ന അവർക്ക് വേണ്ടി എതിരായിട്ടുള്ള കേസ് ഫയൽസ് ആയിതെന്ന്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവരറിഞ്ഞിട്ട് അവനതൊക്കെ ഒളിച്ചു വെച്ചിട്ട് തിരിച്ചു വരുമ്പം ആ സമയം കൊണ്ട് തന്നെ അവിടെ തീ ഫുള്ളും പടർന്ന് അതിൽ തന്നെ അവര് മരിച്ചു പോകും. അങ്ങനെ ഇത് കണ്ട് അവന് വിഷമിച്ചിട്ട് അവൻ ആ സ്ഥലത്ത് തന്നെ ആ പുക കാരണം ബോധം കെട്ടി വീണു. അതിനുശേഷം പിന്നീട് അവിടേക്ക് വരുന്ന മാജിങ് ആണ് അകത്ത് ചെന്നി ഉണ്ടെന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഇൻസ്പെക്ടറും ബാക്കി പോലീസൊക്കെ അതൊക്കെ അവർ നോക്കിക്കോളം പറഞ്ഞിട്ട് ഇവളെ തടഞ്ഞിർത്തും. അങ്ങനെ അതിനുശേഷമാണ് ആ തീ അപകടത്തിരുന്ന് ചെന്നിയെ മാത്രം രക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അയാളുടെ ഭാര്യ മരിച്ചുപോയെന്ന് അറിഞ്ഞ ഉടനെ അദ്ദേഹം മൊത്തത്തിൽ അങ്ങ് തകർന്നു. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇവിടത്തെ തീ അപകടത്തിൽ മാജിങ്ങാണ് ഈ തവണയും അവൾ പുറത്തേക്ക് എത്തില്ലെന്ന് തീരുമാനിച്ച് ആര് തടഞ്ഞാൽ അത് കേൾക്കാതെ അവൾ അകത്തേക്ക് ചെന്ന് ചെന്നിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അങ്ങനെ അതിനുശേഷം ആശുപത്രിയിലേക്ക് ഇവർ അഡ്മിറ്റ് ചെയ്യുമ്പം അവളാണ് ഇവനോർത്ത് കുറെ പേടിച്ചോ എന്നറിഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവൾ എപ്പോഴും ഓരോ സമയത്തും ഇവന്റെ കൂടെ തന്നെ കാണും. കാരണം പണ്ട് ഇതേപോലെ തീ അപകടം നടന്നതിന് ശേഷമാണ് ഇവർ തമ്മിൽ അകൽച്ച വന്നത്. അതുകൊണ്ട് അവളും ഈ തവണ അങ്ങനെ സംഭവിക്കില്ലെന്ന് അവന്റെ കൂടെ തന്നെ കാണുമ്പം അവനും ബാത്റൂം പോകുന്ന സമയത്തും ഇവന് പ്രൈവസി തരത്തില്ലെന്നറിഞ്ഞ് അവളും വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ പുറത്തന്നെ നിന്നോളം പറഞ്ഞിട്ട് അപ്പോഴാ ഡോർ ക്ലോസ് ചെയ്യാതെ പകുതി അവളുടെ ഷൂവും കൊണ്ട് തടഞ്ഞിർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവന് ചിരി വരുത്തേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ഇവനെ ഡിസ്ചാർജ് ആയതിനു ശേഷം ഇവരുടെ ക്ലബ്ബ് കത്തിച്ചവനെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ചെന്നിയാണ് മറ്റേ ഇൻസ്പെക്ടറിന്റെ കൂടെ ചേർന്ന് എങ്ങനെയൊക്കെ ഈ സംഗ്ബിൻ ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസിനെ പ്രൂഫോടെ കണ്ടെത്തണം എന്നറിഞ്ഞ് അവരൊരു പ്ലാൻ ചെയ്യും. കാരണം നാളെ രാത്രിയാണ് സംഗ്ബിൻ അവന്റെ ആൾക്കാരോട് പറഞ്ഞ് കുറെ സാധനങ്ങൾ ഡെലിവറി ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ അവൻ ഇല്ലീഗലായിട്ട് കുറെ സാധനങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ വിറ്റോണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ എവിഡൻസ് ആയിട്ട് പൊക്കിയാല് അവൻ അകത്തിടാൻ പറ്റത്തുള്ളെന്ന് വിചാരിച്ച് ആ ഇൻസ്പെക്ടർ ചെന്നിയുടെ സഹായത്തോടെ തന്നെ അവർ ഏത് വഴി കൂടെ പോന്നേന്ന് പറഞ്ഞ് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇവരുടെ പോലീസ് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇതേ സമയം ഈ ഒരു കാര്യം അറിയാൻ വരുന്ന മാജിങ് ആണ് ചെന്നിക്കൊരു പ്രശ്നം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവളും അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നേരെ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അങ്ങേരും ഇതൊക്കെ പോലീസ് നോക്കിക്കോളാം, ഇവൾ ഒന്നോർത്തും പേടിക്കണം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കാൻ നോക്കും. പക്ഷെ ഇവൾക്കാണ് അങ്ങനെ ചെന്നി ഡേഞ്ചർ ആയിട്ടിരിക്കുമ്പോൾ ഇവൾക്ക് ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് അവളും പോലീസിനെ ഫോളോ ചെയ്ത് പോകാൻ തീരുമാനിക്കും. ഇതേ സമയം ഇവിടെ
സംഘിന്റെ ആൾക്കാരെല്ലാം സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇറക്കുമ്പം ആ സമയം തന്നെ അയാൾ ചെന്നൈ വിളിച്ചിട്ട് ഇവൻ കാർ ഓട്ടിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും സാധാരണ അവൻ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തല്ലേ പോയി നോക്കത്തോളം എന്നറിഞ്ഞ് ഇപ്പൊ എന്തിനു കൂടെ ഇറങ്ങാൻ ചോദിക്കുമ്പോൾ അയാളാണ് കൂടെ വിളിച്ചോണ്ട് ഒരു ഡ്രൈവറായിട്ട് ഇവനെ മാത്രം വിശ്വാസമുള്ളെന്ന് പറഞ്ഞ് ഇവനെ വണ്ടി എടുക്കാൻ പറയും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ മാറ്റിയതുകൊണ്ട് അവന് കൂടെ ചേർന്ന് പെട്ടോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ അയാളും സേഫ് ആയിട്ട് ഇവന്റെ മൊബൈൽ ഫോൺ അയച്ചിട്ട് ഇത് എപ്പോഴും ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് തെറ്റിയിരിക്കില്ലെന്ന് പറഞ്ഞ് ഇവനെ വണ്ടി എടുക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവനും കൂടെ വരുന്ന കാര്യം ആ ഇൻസ്പെക്ടറിനെ അറിയിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഇവരുടെ കാറും ആ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ആ ട്രക്കിന് ഫോളോ ചെയ്തിന് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അങ്ങേരും നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയത് എന്നാന്ന് അറിയാൻ ചോദിക്കുമ്പോൾ ചെന്നിയാണ് ഡിസ്ട്രിക്ട് 7 വെച്ചല്ല കണ്ടേന്ന് പറയും. അപ്പോഴാണ് അങ്ങേരും ഡിസ്ട്രിക്ട് 7 വെച്ചൊന്നല്ല ആദ്യം ഇവൻ ആക്രി പറക്കാൻ വന്നപ്പോ ഇവനായിരുന്നു അങ്ങേരെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവനെ വിശ്വസിച്ച് ഇപ്പൊ ഇത്രയും വലിയ പണിയൊക്കെ തരുന്നെന്ന് പറയുമ്പോൾ അതേസമയം തന്നെ ഇവരുടെ ഫ്രണ്ടിലാണ് പോലീസൊക്കെ ചെക്കിങ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ആ സംഘിന്റെ ആളും ഫോൺ വിളിച്ചിട്ട് ഫ്രണ്ടിൽ പോലീസൊക്കെ ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അങ്ങേരാണ് എല്ലാരും പേടിക്കാതിരിക്കാൻ പറഞ്ഞിട്ട് അവര് ചിലപ്പോ ചുമ്മാ സാധാ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുന്ന പോലീസായിരിക്കും പറയും. അതുകൊണ്ട് ആരും പേടിച്ച് നിങ്ങളുടെ ഫേസ് വെച്ച് എന്നെ കാണിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങേര് വാൺ ചെയ്യുമ്പോൾ തന്നെ അതേസമയം മാജിങ്ങും അവളുടെ കാറുമായിട്ട് അവിടേക്ക് വന്നിട്ട് ചെന്നി വല്ല ഇതുവഴി പോകുന്നുണ്ടോന്ന് അറിഞ്ഞ് അവള് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് മറ്റവന്മാരും അവിടെ ആ ഇൻസ്പെക്ടറിനെ കണ്ടുടനെ ഇവര് നമ്മൾ പൊക്കാൻ വേണ്ടി വന്നേക്കോന്ന് അറിഞ്ഞ് സംഘിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ഇവ രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി യൂട്ടേൺ എടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടാൻ പറയും. അങ്ങനെ അതുകൊണ്ട് നടുക്ക് വെച്ച ഒരു കാറ് യൂട്ടേൺ അടിച്ച് പോകുന്നുണ്ട്. മാജിങ്ങാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാറിന്റെ പുറകെ ഇവള് പണ്ട് ചെന്നൈക്ക് പ്രാർത്ഥിച്ച് എഴുതിയ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലെറ്റർ അവിടെ കാണും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും അതിനകത്തിരിക്കുന്ന ചെന്നിയാന്ന് മനസ്സിലാക്കി അവൾ അപ്പം തന്നെ ഇൻസ്പെക്ടറിനെ ഫോൺ വിളിച്ച് അവർ യൂട്ടേൺ എടുത്ത് ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് ഇവള് പറഞ്ഞിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്പെക്ടർ വെപ്രാളത്തി ഇവർക്കൊക്കെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേറെ പോലീസിനൊക്കെ അവർ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പറയും. അതേസമയം സംഘിന്റെ മനസ്സിലായി ഇപ്പൊ ഈ പോലീസൊക്കെ വന്ന് ചെക്കിങ് നടത്തുള്ള കാരണം ചെന്നി പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അവന്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് ഇവനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനൊന്നും അറിയാത്ത പോലെ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അതേസമയം മാജിന്റെ കാറും പുറകെ തന്നെ ഫോളോ ചെയ്ത് വരുന്നിട്ട് ഇയാള് പോലീസാന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇവന് വണ്ടി സ്പീഡ് ഇടാൻ പറയും. അതേസമയം വരുന്നത് മാജിങ്ങാന്ന് മനസ്സിലാക്കിയ ചെന്നിയും അവൻ ടെൻഷനാകുമ്പം ഇത് കണ്ടിട്ട് അങ്ങേരാണ് ആ വരുന്ന പോലീസ് അല്ല ഇവന്റെ അനിയത്തില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്താണോ കുടുക്കിയെന്ന് അപ്പൊ തന്നെ കത്തിയെടുത്ത് ചെന്നി അങ്ങ് കുത്തും. അങ്ങനെ അതുകൊണ്ട് അവന് വേദനയില് അവിടുന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഇയാളാണ് മര്യാദയ്ക്ക് പറയുന്ന പോലെ വണ്ടി സ്പീഡ് ഓട്ടിക്കുന്നറിഞ്ഞ് അവളുടെ അടുത്ത് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴവള് വിടാതെ ഇവരെ ഫോളോ ചെയ്ത് തന്നെ അവിടേക്ക് വരുമ്പം ഒരു സ്ഥലത്ത് വെച്ച് അങ്ങേരാണ് പെട്ടെന്ന് സ്റ്റിയറിംഗ് വളച്ച് അവളെ സൈഡിലേക്ക് ചെന്ന് ഇടിപ്പിക്കും. അങ്ങനെ ഇത് കണ്ട് അവനെയും ദേഷ്യത്തി അവിടെ നിലവിളിക്കുമ്പം ഇയാളും മര്യാദയ്ക്ക് വണ്ടി സ്പീഡ് ഓട്ടിച്ചിൽ ഇവനെ കൊല്ലുന്നറിഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവിടെ നിന്ന് വിളിച്ചോണ്ടുപോകും. അതിനുശേഷം ഇവിടെ മാജിങ്ങാണ് അവൾ അപ്പം തന്നെ ഇവര് പോയ റൂട്ട് പോലീസിനെ അറിയിച്ചിട്ട് ചെന്നിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇവള് വേറെ നമ്പറിലേക്ക് ഫോൺ വിളിക്കും. അങ്ങനെ അത് ആരാ നോക്കുമ്പോഴാണ് അവൾ വിളിക്കുന്ന ആ സംഘിന്റെ പഴയ കൂട്ടുകാരൻ സംഫങ് ആണ്. അങ്ങനെ പണ്ട് ആ തീയപകടത്തിന് ശേഷം സംഘിൻ ഇയാളെ പറ്റിച്ചതാ. അതുകൊണ്ട് തന്നെ അയാളെ പ്രതികാരം മീട്ടണമെങ്കിൽ ഇതാ കറക്റ്റ് സമയം അവളെ പറയുമ്പം ഇത് കേട്ട് അയാളും എങ്കിൽ പിന്നെ അവനിപ്പോ എവിടെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോഴാണ് മാജിങ്ങും അത് ഇയാൾക്കല്ലേ അറിയത്തുള്ളൂ ഇങ്ങനത്തെ ഒരു സമയത്ത് അവൻ എവിടെ ചെന്ന് പതുങ്ങിയിരിക്കുന്നു ചെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ഇൻസ്പെക്ഷൻ ഓഫീസർ സംഫൻ കത്തിച്ചതിന് ശേഷം അയാൾക്കെതിരായിട്ടുള്ള ഫയൽസ് ഒക്കെ ചെന്നിയുടെ കയ്യിലെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് വന്ന് അവനെ പേടിപ്പിക്കുമ്പം അവന് മാജിങ്ങിനും എല്ലാം ചെയ്തോന്നറിഞ്ഞ് ഇയാളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അങ്ങേരും ആ പെങ്കൊച്ചു പുറത്ത് കടയിൽ പോയേക്കുക. പക്ഷെ ആ ഫയൽസ് ഒക്കെ തന്നില്ലേ രണ്ടുപേരും കൊല്ലുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് പേടിച്ചിട്ട് ആ ഫയൽസ് ആണ് അവൻ 5 ലക്ഷം പൈസ തരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ അവൻ തരത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അയാൾക്ക് ചിരി വന്നിട്ട് അപ്പൊ സത്യത്തിൽ നീ എന്നെ പോലെ ഞാൻ വിചാരിച്ചു നീ പോലീസിന്റെ വല്ലതും കൂട്ടാളിയായിരിക്കുന്നു നീയും പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തമ്മിലുള്ള ഡീലൊക്കെ സെറ്റ് ചെയ്യാം എന്നതിന് അങ്ങേരും പറഞ്ഞിട്ട് പോകുമ്പം ഇവിടെ ഇവൻ മൊത്തത്തിൽ പേടിച്ചു. ഇനി ഇവൻ വല്ലതും വീണ്ടും വന്ന് മാജിനെല്ലാം ചെയ്യുമെന്ന് വെച്ചിട്ട് അവ അതും കാരണം കൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത്. പക്ഷെ അവൾക്ക് എന്തോ സംഭവം പോലും മനസ്സിലായി കാണത്തില്ല. പക്ഷെ ആ സമയത്ത് ചെന്നി അത് ചെയ്തത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അങ്ങനെ ഇവളെ പറഞ്ഞതിന് ശേഷം ആ സംഘിന്റെ ആൾക്കാർ ഇവനെ അടിച്ചിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെ അതിനുശേഷം അവന് ബോധമില്ലാതെ കിടക്കുമ്പോൾ അവൻ എങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അയാളാണ് ചിരിച്ചിട്ട് തൽക്കാലം നിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോവാം അവിടെ ചെന്ന് ബോക്സിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നിനെ അവനെ ബോധം കെടുത്തി വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആ സംഘിൻ പറഞ്ഞിട്ടാണ്. കാരണം തൽക്കാലം ഇയാൾക്കെതിരെ കുറച്ച് കേസൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് ബോക്സിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാന്ന തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാറിയിരിക്കുന്ന ആ സംഘിൻ അയാളുടെ കൂട്ടുകാരനെ അതും പറഞ്ഞയക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ചെന്നൈക്ക് ഈ സംഭവങ്ങളൊന്നും മറക്കാൻ പറ്റാതെ അവന് വേദനയായിട്ടുള്ളൊരു സ്വപ്നമായിട്ട് മാറിയ. അങ്ങനെ അതിനുശേഷം ഇവിടെ ആ ഫ്ലാഷ് ബാക്കിന് ശേഷം സംഘിനാണ് ഒരു ഫാക്ടറിയിൽ ചെന്നൈ വിളിച്ചോണ്ട് വരും. അങ്ങനെ അതിനുശേഷം അങ്ങേരെ കുറിച്ചുള്ള കാര്യമൊക്കെ പറയും. ആദ്യം ഇവനെ പോലെ തന്നെ ഒന്നില്ലാതെ ജീവിച്ച് വളർന്നേന്ന്. പക്ഷെ ഇത്രയും പൈസയൊക്കെ ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ എന്നറിഞ്ഞ് അതില്ലാതെ നോക്കുന്ന ആരെയും വെറുതെ വിടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവന്റെ ജീവിതം ഇവിടെ വെച്ച് തന്നെ അവസാനിക്കാൻ പോകുന്ന പറയുമ്പോൾ ഇത് കേട്ട് അവനും പുച്ഛിച്ച് എങ്കിൽ പിന്നെ പൈസയ്ക്ക് വേണ്ടാണോ സ്വന്തം കൂട്ടുകാരനെ അന്ന്
പറഞ്ഞയക്കുന്ന പോലെ പറഞ്ഞയച്ച് ചതിച്ചേം ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അയാളും ദേഷ്യത്തി ഇനി ഇവനെ ജീവനോടെ വിടല്ലെന്ന് പറഞ്ഞിട്ട് അവനെ കുത്തി കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ കറക്റ്റ് ആ സമയം മാജിങ് അവിടേക്ക് വന്നിട്ട് അയാൾ അടിച്ചിടും. അങ്ങനെ ഇത് കണ്ട് അവൻ പേടിച്ചു ഇവളെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ പോകാൻ പറയുമ്പോൾ ആ സമയത്ത് അയാൾ എഴുന്നേറ്റ് വന്ന് മാജിങ്ങിനെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ചെന്നിയും ഓടിച്ചെന്ന് അയാളെ തള്ളിയിട്ട് അവളെ രക്ഷപ്പെടുത്താൻ നോക്കും. പക്ഷെ ഇങ്ങേരാണ് കത്തിയും കൊണ്ട് അവനെ കുറെ കുത്തിയിട്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. അതിനുശേഷം മാജിനെ പൊക്കിയെടുത്തോണ്ട് മുകളിലേക്ക് ചെന്നിട്ട് അതിനുശേഷം ഇവന്റെ കൺമുമ്പിൽ തന്നെ അവൾ ഇവിടെ തള്ളിവിട്ട് കൊല്ലാൻ പോവാന്ന് കാണിക്കുമ്പോൾ ചെന്നി അവന്റെ കൈ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും ഇവളെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് അവൻ വേദനയോട് അതൊക്കെ പൊട്ടിച്ചളഞ്ഞ് നടക്കാൻ പറ്റാതെ മുകളിലേക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെ ആ സമയം തന്നെ അയാളും അവളെ കെട്ടിയിട്ട് താഴേക്ക് എടുത്തെറിയുമ്പം ഇവൻ ഓടിച്ചെന്ന് ആ വയറ് ചെന്ന് പിടിച്ചിരുത്തും. അപ്പരാണ് ഇത് കണ്ട് അയാളും പറ്റുമെങ്കിൽ അവളെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് ഇവനെ ചവിട്ടിയിട്ട് അയാൾ അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇവരന്വേഷിച്ച് പോലീസ് അവിടേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് ഇനി ഇവിടുന്ന് സീനെന്ന് വിചാരിച്ച് സംബിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ ചെന്നിയും പരമാവധി അയാളെ തടഞ്ഞിർത്താൻ നോക്കും. പക്ഷെ അയാളാണ് അവനെ തട്ടിക്കളഞ്ഞിട്ട് താഴേക്ക് ഓടിച്ചെല്ലുമ്പം അതേസമയം അവിടേക്ക് പെട്ടെന്ന് സംഫങ് വന്നിട്ട് ഇയാളെ കുത്തിയിടും. അങ്ങനെ അതുകൊണ്ട് അവൻ മൊത്തത്തിൽ പേടിച്ചുപോയി ഒന്നും ചെയ്യലാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെന്നി അതേസമയം തന്നെ അവന്റെ ബലം കൊണ്ട് മാജീനെ പൊക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ സംഫനും സംബിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ കറക്റ്റ് ആ സമയം തന്നെ പോലീസ് അവിടേക്ക് വന്ന് ഇവരെയൊക്കെ റൗണ്ട് അപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ സംബിനും നിനക്കെന്നെ കൊല്ലാൻ പറ്റത്തില്ലാടെന്ന് പറയുമ്പോൾ തന്നെ പണ്ടത്തെ കൂട്ടാനായതുകൊണ്ട് തന്നെ ഇയാൾക്കും കൊല്ലാൻ മനസ്സാണത്തില്ല. അങ്ങനെ അതിനുശേഷം മാജിങ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ചെന്നിയുടെ സഹായത്തോടെ അവളുടെ ജീവനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അവരവിടെ ആശ്വാസപ്പെടുമ്പോൾ പിന്നീട് ഇത് കണ്ട ഇൻസ്പെക്ടറും അവന്മാർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് പോകുന്ന വഴിക്ക് അവനും ഇവളെ നോക്കി ഐ ലവ് പറയുമ്പം അവളും തിരിച്ച് ഐ ലവ് യു ടു എന്ന് പറയും. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. ഇപ്പം എല്ലാ പ്രശ്നവും സോൾവ് ആയതോടെ മാജിങ്ങാണ് തിരിച്ച് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് അവിടേക്ക് പോകുന്നുണ്ട്. ചെന്നിയും കൂടെ വിളിക്കുമ്പം അവൻ ഇവളവിടെ ഉണ്ടോ അവിടെ തന്നെ അവനും കാണുന്നറിഞ്ഞ് ഇവളുടെ കൂടെ തന്നെ വരാൻ സമ്മതിക്കും. അതുകൊണ്ട് രണ്ടുപേരും പോകുന്ന മുമ്പേ എല്ലാവരും വിളിച്ച് പാർട്ടി കൊടുക്കുമ്പം അതേസമയം ഇൻസ്പെക്ടറിനെയും കൂടെ അവർ വിളിക്കും. പക്ഷെ അദ്ദേഹമാണ് ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് വെറുതെ മൂട് കളയുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വരുന്നില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അങ്ങേര് മരിച്ച ഭാര്യയെ കാണാൻ വേണ്ടി ചെന്നിട്ട് ആ രണ്ടുപേരും ജയിലിലായി. അവർ ചെയ്ത് ജീവിതകാലം ഫുള്ളും അവിടെ തന്നെ കടന്ന് മരിക്കേണ്ടി വരും പറഞ്ഞ് ഇപ്പൊ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ നിന്ന് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ചെന്നിയുടെ കൂട്ടുകാരന്മാരാണ് അവൻ ഇത്രയും വർഷം കൂടെ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അവന്മാരൊക്കെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ചെന്നിയും ആ മൊത്തത്തിൽ അങ്ങ് പോകുമല്ല ന്യൂ ഇയറിനൊക്കെ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ് അവന്മാരെ പറഞ്ഞ് സമാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം അവന് മാജിങ് ആയിട്ട് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പം ഇവനും അപ്പൊ ഇവള് ജോലിക്ക് പോകുമ്പോൾ അവൻ വീട്ടിലിരുന്ന് അടുക്കള പണിയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ എന്തോ ചെയ്യാമോന്ന് ചോദിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും ഇവളുടെ തുണിയെ കഴുകി ഇവൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ ഇവള് ജോലിക്ക് പോകുമ്പം അവൻ വീട്ടിൽ ഒരു ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് അവൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇവരുടെ ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് പോകുമ്പം മാജിന്റെ ഫ്രണ്ട്സ് ആണ് ഇതെല്ലാം കണ്ടിട്ട് എങ്കിൽ പിന്നെ ഇവർ തമ്മിൽ എപ്പോഴാണ് കല്യാണം കഴിക്കാമെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ചെന്നിയുടെ കൂട്ടുകാരന്മാരും ഇവനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരും. കാരണം അവന്മാരും ഇപ്പൊ ഇവിടെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇവരൊക്കെ ഒരുമിച്ചിരുന്നാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവന്മാരുടെ ക്ലബ്ബ് ഇങ്ങോട്ടേക്ക് മാറ്റി. എന്നിട്ട് ആ സെലിബ്രേഷൻ പാർട്ടിക്ക് തന്നെ അവന്മാരും കല്യാണം എപ്പോഴാന്ന് പറഞ്ഞ് ചെന്നിയോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം വീട്ടിൽ ശേഷം മാജിങ് ആണ് ആദ്യം ഇവന്റെ കൂടെ ജീവിതകാലം ഫുള്ള് ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. അപ്പോഴാണ് അവനും അതേപോലെ തന്നെ അവന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞ് അവൻ എപ്പോഴേ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറയും. അങ്ങനെ കൊച്ചിലെങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയ ആ ബന്ധം ഇനി ജീവിതം ഫുള്ളും തുടരുമെന്ന് ഒരു സ്വീറ്റ് ആയിട്ടുള്ള എൻഡിങ്ങോടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. സോ ഈ ഡ്രാമ എത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു കിടലൻ ഡ്രാമയിൽ നമ്മൾ പുതിയ വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. Who are